നാളെ ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ദേവശയനി ഏകാദശിയാണ്. ദേവശയനി ഏകാദശി മുതൽ ഉത്ഥാന ഏകാദശി വരെ ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിൽ ശയിക്കുന്ന 4 മാസത്തെ ചതുർമാസം എന്നാണ് പറയുന്നത്. ദേവശയനി ഏകാദശിയെ മഹാ ഏകാദശി, പത്മ ഏകാദശി എന്നിങ്ങനെയെല്ലാം പറയപ്പെടുന്നു. ഈ ഏകാദശിക്ക് വ്രതമനുഷ്ഠിച്ചാൽ മനഃശാന്തി, സന്തോഷം, ഐശ്വര്യം എന്നിവയെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളിലായിട്ടാണ് വ്രതമെടുക്കുന്നത്. ഇന്നാണ് ദശമി. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഏകാദശി ദിവസം പകലുറങ്ങുവാനോ തുളസിയില നുള്ളുവാനോ പാടുള്ളതല്ല. മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാനും പാടുള്ളതല്ല. ഏകാദശിയുടെ പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഹരിവാസര സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് ഉണ്ണാതെയും ഉറങ്ങാതെയും പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കണമെന്നുള്ളതാണ്. ഹരിവാസര സമയം വരുന്നത് 6-ാം തീയതി ഉച്ചയ്ക്ക് 2:40 മുതൽ 7-ാം തീയതി രാവിലെ 1:44 വരെയാണ്. പാരണ വീടേണ്ട സമയം 7-ാം തീയതി രാവിലെ 6:10 മുതൽ 8:42 വരെയാണ്.